നമസ്കാരം. നിയമവും നീതിയും ഒക്കെ വാഴുന്ന നിയമവും നീതിയും ഒക്കെ നമ്മൾ സംരക്ഷിക്കുമെന്ന് കരുതുന്ന ഒരു നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത്, അതോ ഗുണ്ടകളും ലഹരി മാഫിയകളും ഒക്കെ അഴിഞ്ഞാടുന്ന കാട്ടുനീതിയുടെ നാട്ടിലാണോ? ഇത് ഓരോ സാധാരണക്കാരനും ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു പോകുന്ന അതിദാരുണവും ഭയാനകവുമായിട്ടുള്ള ഒരു വാർത്ത അത് കേൾക്കുമ്പോൾ ചോദിച്ചു പോവുകയാണ്. മലപ്പുറത്ത് നിന്നും പുറത്തു വരുന്ന വാർത്ത, 1-2 ദിവസമായി ഇത് തന്നെയാണ് സംസാരം. ഈ നാടിൻ്റെ സമാധാനവും ജനങ്ങളുടെ ജീവനും സ്വത്തും ഒക്കെ സംരക്ഷിക്കേണ്ട പോലീസുകാരെ റോഡിലിട്ട് തല്ലിച്ചതയ്ക്കുകയും അവരുടെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത ഒരു കൊടും ക്രിമിനല്, അയാൾ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ വെറും 2 ദിവസത്തിനകം സർവതന്ത്ര സ്വതന്ത്രനായി പുറത്തിറങ്ങി നടക്കണം. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്ത ഓരോ പൗരനും ചോദിച്ചു പോകുന്ന നിമിഷങ്ങളാണിത്. കഴിഞ്ഞ ദിവസം മലപ്പുറം ആനങ്ങാടിയിൽ പെട്രോൾ അടിക്കാൻ വന്നാണ്. പിന്നിലൊരു സ്ത്രീയുണ്ട്. സ്ത്രീന് ഭാര്യയാണോ മറ്റാരോ അറിയില്ല. ഏതായാലും സാധാരണ നമ്മളാരും അത്തരത്തിലൊരു വനിതയെ ബൈക്കിൻ്റെ പിന്നിലെത്തി കൊണ്ടുവരുമ്പോൾ കച്ചറ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. കാരണം അത് നാണക്കേടായിട്ട് നമ്മൾ കരുതുന്നുണ്ട്. ഏതായാലും ഒരു സ്ത്രീയും കൂടെ ഇരുത്തി പെട്രോൾ പമ്പിൽ വന്നിട്ട് ആ പെട്രോൾ പമ്പ് ജീവനക്കാരെ മൃഗീയമായിട്ട് ആക്രമിക്കുക, തെറി വിളിക്കുക, അവരെ തല്ലുക, അത് തടയാനും പ്രതിയെ പിടികൂടാനും ഒക്കെ എത്തിയിട്ടുള്ള പരപ്പനങ്ങാടി സി അടക്കമുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുക, അതൊക്കെ ചെയ്തിട്ടുള്ള ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് സ്വദേശി മുഹമ്മദ് സാദിഖ് എന്ന പ്രതി CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. കാരണം അത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടമായിരുന്നു പമ്പിൽ നടന്നിരുന്നത്. ഇയാളുടെ അക്രമവാസനയും പോലീസുകാരെ തെരുവിൽ മർദ്ദിക്കുന്ന ക്രൂരതയുമൊക്കെ പകൽ പോലെ വ്യക്തമായി പതിഞ്ഞിട്ടും ആ ദൃശ്യങ്ങളൊക്കെ പൊതുജനങ്ങൾ മുഴുവൻ കണ്ടിട്ടും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ജീവനക്കാരെയും നിയമപാലകരെയും ഒക്കെ ഒരുപോലെ ആക്രമിച്ചിട്ടും ദിവസങ്ങൾ തികയുന്നതിന് മുമ്പ് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നത് മനസാക്ഷിയുള്ള ആൾക്കാരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ നമ്മൾ പുറത്തിറങ്ങി എങ്ങനെ സമാധാനത്തോടെ ഇറങ്ങി നടക്കും? കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ആനങ്ങാടിയിലെ പെട്രോൾ പമ്പിൽ ഈ അക്രമം അരങ്ങേറുന്നത്. സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ജീവനക്കാർ, ഒരു പയ്യനൊക്കെ ഉണ്ട്. ക്രൂരമായി അവരെ മർദ്ദിച്ചവരും അറിഞ്ഞിട്ടാണ് പരപ്പനങ്ങാടി സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തുന്നത്. എന്നാൽ അയാളെ പിടികൂടാൻ എത്തിയിട്ടുള്ള നിയമപാലകരെ കണ്ടിട്ടും യാതൊരു ഭയവുമില്ലാതെ യൂണിഫോം ധരിച്ച് നിന്നിരുന്ന പോലീസുകാരെ നേർക്കുനേർ നിന്ന് ക്രൂരമായി മർദ്ദിക്കുക, പോലീസ് വാഹനം തല്ലി തകർക്കാൻ തുനിയുക, ഇതൊക്കെയാണ് ആ കലാപരിപാടികൾ എന്ന് പറയുന്നത്. ഒരു കൊടും ക്രിമിനൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങോട്ട് ചെയ്തു കൂട്ടി. ഒടുവിൽ ജീവൻ പണയം വെച്ചിട്ടാണ് പോലീസുകാർ ഇയാളെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയത്. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു. ആ റിമാൻഡ് ചെയ്ത പ്രതി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനും അന്വേഷണമൊക്കെ പൂർത്തിയാക്കാനുമൊക്കെ പോലീസ് ഒരുങ്ങുന്നതിനിടയിലാണ് കോടതിയിൽ നിന്ന് വേഗം ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ ഇനി കള്ളക്കേസാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ചെറിയൊരു കുറ്റം ചെയ്താൽ കൂടി ദിവസങ്ങളോളം ജയിലൊഴിക്കുള്ളിൽ കഴിയേണ്ട ഒരു നാട്ടിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്ന നാട്ടിലാണ് പോലീസിനെ തെരുവിൽ തല്ലിച്ചതച്ച കൊടും ക്രിമിനലുകൾക്ക് പട്ടും വളയുമൊക്കെ നൽകി പുല്ലുപോലെ ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ക്രൂരതയ്ക്ക് യാതൊരു പഞ്ഞവുമില്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകളും മുമ്പുള്ള ക്രിമിനൽ പശ്ചാത്തലവും ലഹരി ബന്ധങ്ങളും അടക്കമുള്ള വിവരങ്ങൾ പ്രോസിക്യൂഷൻ വളരെ ശക്തമായി കോടതിക്ക് മുന്നിൽ നിരത്തിയതാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ കടുത്ത ഭാഷയിൽ തന്നെ ജാമ്യാപേക്ഷ എതിർത്തതുമാണ്. എന്നിട്ടും പോലീസിന് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലും അവസരം നൽകാതെ ഇത്രയും ലാഘവത്തോടെ ജാമ്യം നൽകിയത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു ചോദ്യം വല്ലാതെ അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ഹാജരാക്കിയത് എന്ന. തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ ഏർപ്പെടുന്ന നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള, ലഹരി ഉപയോഗിക്കുകയും ലഹരിക്കടത്തിൽ പങ്കാളിയാണ് എന്ന് സംശയിക്കുകയും ചെയ്യുന്ന അപകടകാരിയാണ് ഇയാളെന്നാണ് പുറത്തു വരുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന വിവരം. ഒരു സാമൂഹ്യ വിരുദ്ധനാണത്രേ. യാതൊരു കൂസലുമില്ലാതെ നാട്ടിലിറങ്ങി നടക്കാൻ അയാളെ ഇറക്കി വിട്ടതാണ് എന്ന്. ആരാണതിൻ്റെ പിന്നിൽ എന്നാണ് ജനം സംസാരിക്കുന്നത്. ഇയാൾ വീണ്ടും നാളെ ആ പെട്രോൾ പമ്പിലെ പാവപ്പെട്ട ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന് ആർക്കാണ് ഉറപ്പ് നൽകാൻ കഴിയുക? നാടിൻ്റെ കാവലാളുകളായിട്ടുള്ള പോലീസുകാരെ പോലും വെറുതെ വിടാത്ത ഒരു കൊടും ക്രിമിനൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾ എത്രമാത്രം ഭയത്തോടെയും ആശങ്കകളോടെയായിരിക്കും ജീവിക്കുക എന്നാണ് ജനം സംസാരിക്കുന്നത്. സ്വന്തം കുടുംബത്തെയും ജീവനെയും ഒക്കെ വകവയ്ക്കാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നാടിന് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ ആത്മവീര്യത്തെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ചവിട്ടിമതിക്കുന്നത്. കാക്കി കുപ്പായമിട്ട ഒരു ഉദ്യോഗസ്ഥനെ നട റോഡിലിട്ട് അടിച്ചാൽ പോലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളൊരു ധാർഷ്ട്യം അത് ക്രിമിനലുകൾക്ക് ഇതിലൂടെ അത് ലഭിക്കുകയാണ്. ധാർഷ്ട്യം അവർക്ക് ഉറപ്പ് വരികയാണ് അവർക്കൊരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളത്. പോലീസുകാരെ തല്ലിച്ചതച്ചാൽ പോലും അടുത്ത ദിവസം വെളിച്ചം കാണാമെന്നുള്ള, ജാമ്യത്തിൽ ഇറങ്ങി ബലസാമെന്നുള്ള ധൈര്യം സാമൂഹ്യ വിരുദ്ധരായിട്ട് ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ വ്യവസ്ഥിതികളുടെ ഏറ്റവും വലിയൊരു പരാജയമാണ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നത്. തങ്ങളെ ആക്രമിച്ച ഗുണ്ട ചിരിച്ചുകൊണ്ട് കൺമുന്നിലൂടെ സ്വതന്ത്രനായിട്ട് കടന്നു പോകുന്നത് കാണേണ്ടി വരുന്ന പോലീസുകാരുടെ അവസ്ഥ മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതി എന്തായിരിക്കും എന്നുള്ളത്.
ഇത്രയും കടുത്ത തെളിവുകളും ദൃശ്യങ്ങളുമുള്ള ഒരു കേസിൽ ഇത്ര പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അദൃശ്യ കരങ്ങൾ ആരുടേതാണ് എന്നൊരു ചോദ്യം ശക്തമായി ഉയരേണ്ടതുണ്ട്. ലഹരി മാഫിയയുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും ഒക്കെ പണക്കൊഴുപ്പും സ്വാധീനവുമാണോ നിയമത്തിന്റെ വഴികളെ ഇത്രയും വേഗത്തിൽ വഴിതിരിച്ചു വിട്ടത്? സാധാരണക്കാരന് ഒരു കാലത്തും കിട്ടാത്ത ഈ അത്ഭുത ജാമ്യം ഇത്തരം മാഫിയകൾക്ക് മാത്രം എങ്ങനെ ലഭിക്കുന്നു? ലഹരിയുടെയും ഗുണ്ടാവിളയാട്ടങ്ങളുടെയും പിടിയിൽ അമരുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം ക്രിമിനലുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ജീവന് എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെയാണ് ചുറ്റുമുള്ള ജനങ്ങൾ സംസാരിക്കുന്നത്, കേൾക്കുന്നത്. ഏതായാലും ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് അത് അന്വേഷിക്കാനും അതിൽ യഥാവിധി കാര്യങ്ങൾ നടത്താനുമുള്ള ഒരു സാവകാശം കിട്ടേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു സാവകാശവും ഇവിടെ കിട്ടിയില്ലെന്നാണ് അറിയുന്നത്. സ്വാഭാവികമായിട്ടും അതിനോളം ഒരു പിടിയും എല്ലാം ഉള്ള ആളുകളായിരിക്കും അതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കുന്നു. എന്താണെന്ന് അറിയില്ല. ഭയം കൂടാതെ സഞ്ചരിക്കാനും ഭയം കൂടാതെ പണിയെടുക്കാനും കഴിയുന്ന ഒരു സമൂഹം നമുക്ക് ഉണ്ടായി വരേണ്ടതുണ്ട്. ആ സാഹചര്യം ഒരുക്കുന്ന പോലീസുകാരെ തന്നെ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ തന്നെ വെല്ലുവിളിക്കുമ്പോൾ അവർ പുഷ്പം പോലെ ഇറങ്ങി നടക്കുമ്പോൾ പിന്നെ ആരോടാണ് നമ്മൾ പരാതി പറയേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ ഇനി കാവലേൽപ്പിക്കേണ്ടത് എന്നതാണ് ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം. Different angles. Don't forget to subscribe and support this channel.